ആലപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ അസാധാരണ ജനിതക വൈകല്യങ്ങളോടെ കുഞ്ഞ് പിറന്നതിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ഊർജിതം. അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആലപ്പുഴയിലെത്തി ഡോക്ടർമാരിൽ നിന്നും കുഞ്ഞിന്റെ മാതാപിതാക്കളിൽ നിന്നും വിവരങ്ങൾ തേടി. കുഞ്ഞിന്റെ നിലവിലെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും. അതിനിടെ സ്കാനിംഗ് നടത്തിയ മിഡാസ് ലാബിലെ റിപ്പോർട്ടിൽ ഒരേ ഡോക്ടറുടെ ഒപ്പുകൾ വ്യത്യസ്തമെന്ന് കണ്ടെത്തി. ആശുപത്രിക്കെതിരെ ഡിവൈഎഫ്ഐ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇപ്പം നിലവിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ്. അവർ എല്ലാവിധ പരിശോധനകളും ചെയ്യാനായിട്ടുള്ള സംവിധാനം ആലപ്പുഴയിൽ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സംവിധാനത്തിൽ WNCയുടെ പേരിലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ഷങ്കേഴ്സിന്റെ പേരിലോ നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. കുഞ്ഞിനെ ഇപ്പം നിലവിലെ ഡേറ്റുകളെല്ലാം മാറ്റി ഏറ്റവും അടുത്ത ഡേറ്റുകളിൽ എക്കോ എടുക്കാനും പിന്നെ സ്കാൻ എടുക്കാനുമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പൊ ഈ കൂടിയ ബോർഡ് തീരുമാനിച്ച് ചെയ്തു തന്നിട്ടുണ്ട്. ശരത് SS ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരത് പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. അതിലിപ്പോൾ അന്വേഷണം സുറുമിക്കും നീതി കിട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക്, ആ കുഞ്ഞിന്റെ ചികിത്സ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. അതിനായുള്ള അന്വേഷണം ഇപ്പോൾ ഏതുവരെ എത്തി? സുജയ, നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ആലപ്പുഴയിലെത്തി ഇന്ന് രാവിലെയാണ് പരിശോധന ആരംഭിച്ചത്. ആദ്യം ഇത്തരത്തിൽ പ്രധാനമായും ഈ കുട്ടിയെ നേരിട്ടെത്തി ഇവർ പരിശോധിക്കുകയായിരുന്നു. കുട്ടിയെ ഇത്തരത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. തുടർന്ന് അവിടെ എത്തി കുട്ടിയെ പരിശോധിച്ചു. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനിലയൊക്കെ തന്നെ ഈ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ രക്ഷിതാക്കളിൽ നിന്നും തേടി അറിഞ്ഞിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ അന്വേഷണം നടക്കുന്നതുവരെയുള്ള ചികിത്സ ആരോഗ്യ വകുപ്പ് നടത്തുമെന്ന് ഇവർ ഉറപ്പു നൽകിയെന്നുള്ളതാണ് കുടുംബം അറിയിച്ചത്. ഒപ്പം തുടർ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ ഈ റിപ്പോർട്ട് നൽകിയ ശേഷം അത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ടെന്നാണ് ഈ രക്ഷിതാവ് അന്വേഷിച്ചു പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. ലാബിൽ ഉൾപ്പെടെ എത്തി ഈ സംഘം പരിശോധന നടത്തിയെന്നുള്ളതാണ്. പ്രധാനമായും 2 ലാബുകൾക്കെതിരെയായിരുന്നു ആരോപണം വരുന്നിട്ടുണ്ടായത്. ഒന്ന് മിഡാസ് ലാബിനും ഒന്ന് ഷങ്കേഴ്സ് ലാബിനും. ഈ ലാബുകളിൽ സ്കാനിംഗ് കൃത്യമായി നടന്നിട്ടില്ല. സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇത്തരമൊരു വൈകല്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ ആ കാര്യം ഉൾപ്പെടെ ഇന്ന് അന്വേഷണ സംഘം ഈ ലാബുകൾ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോഴും സംഘം ജില്ലയിൽ തന്നെയാണുള്ളത്. ഈ ഡിസംബർ 3-നാണ് നിലവിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിനു മുൻപ് തന്നെ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തും. ഒപ്പം ഈ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടത്. അത്തരം നടപടികളിലേക്കും അന്വേഷണ സംഘം വൈകാതെ കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാളെ കൂടി ഇവിടെ തുടർന്ന ശേഷമായിരിക്കും സംഘം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. ഇന്ന് രാവിലെയാണ് വിദഗ്ധ സംഘം എന്തായാലും ആലപ്പുഴയിൽ എത്തിയത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ സ്കാനിംഗ് റിപ്പോർട്ടിൽ 2 ഒപ്പുകൾ കണ്ടു എന്നുള്ളത്. അതായത് ഒരേ ഡോക്ടറുടെ മിഡാസ് ലാബിൽ പരിശോധിച്ചു കഴിഞ്ഞുള്ള സ്കാനിംഗ് റിപ്പോർട്ടിലാണ് ഒരേ ഡോക്ടറുടെ 2 വ്യത്യസ്ത ഒപ്പുകൾ കൂടി കണ്ടെത്തിയത്. താങ്ക് യു ശരത് SS.